الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തുൽ അറാഫിലെ 4-5 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكم من قرية أهلكناها فجاءها بأسنا بياتا فجاءها بأسنا بياتا أو هم قائلون. فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا إنا كنا ظالمين. وكم من قرية എത്ര നാടുകളാണ് അഹ്ലക്നാഹ നാം അതിനെ നശിപ്പിച്ചിട്ടുണ്ട്, അവയെ നശിപ്പിച്ചിട്ടുണ്ട്. ഫജാഅഹ അങ്ങനെ നശിപ്പിക്കുന്ന തീരുമാനമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവർ നശിപ്പിക്കാനുള്ള അർഹത സ്വയം ഉണ്ടാക്കുമ്പോൾ, ജാഅഹ ബഅസുനാൻ അപ്പോൾ അഥവാ അവരെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ, ജാഅഹ ബഅസുന നമ്മുടെ ശിക്ഷ അവർക്ക് അല്ലെങ്കിൽ ആ നാടിൻ്റെ മേൽ വരും. ബയാത്തൻ അത് രാത്രി സമയത്ത്. ഔ അല്ലെങ്കിൽ ഹും അവർ ഖായിലൂൻ ഉച്ചവിശ്രമത്തിലായിരിക്കെ, ഉച്ച ഉറക്കിലായിരിക്കെ. ഫമാ കാന ദഅവാഹും അപ്പോൾ അവരുടെ വിളിക്കൽ ആവുകയില്ല, ഇത് ജാഅഹും ബഅസുന നമ്മുടെ ശിക്ഷ വരുമ്പോൾ. ഇല്ലാ അൻ ഖാലു പറയുക എന്നുള്ളതല്ലാതെ മറ്റൊരു വിലാപവും അവർക്കുണ്ടാവുകയില്ല. ഇന്നാ കുന്നാ ളാലിമീൻ തീർച്ചയായും ഞങ്ങൾ അക്രമികളായിപ്പോയി എന്നല്ലാതെ. ഒന്നുകൂടെ അർത്ഥം പറയാം. വകം മിൻ ഖറിയത്തിൻ എത്രയെത്ര നാടുകൾ. നമ്മളെ മലയാളത്തിലൊരു പ്രയോഗം ഉണ്ടല്ലോ, അതാണ് വകം മിൻ ഖറിയത്തിൻ എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര നാടുകളാണെന്ന്. കം എന്ന് സാധാരണ എണ്ണം പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കം മിൻ ഖറിയത്തിൻ എത്രയെത്ര നാടുകൾ. വളരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് ആ ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ അവർക്കത് മനസ്സിലാകും എന്താണ് സൂചന എന്നുള്ളത്. വകം മിൻ ഖറിയത്തിൻ എത്ര നാടുകൾ, അഹ്ലക്നാഹ നാം അവയെ നശിപ്പിച്ചു. ഫജാഅഹ അപ്പോൾ അവർക്ക് വന്നു, ബഅസുന നമ്മുടെ ശിക്ഷ, ബയാത്തൻ ബൈത്ത് ബാത്ത എന്നൊക്കെ നമുക്കറിയാം. ബൈത്ത് എന്ന വീട്, രാത്രി ഉറങ്ങുന്ന സ്ഥലം എന്നാണ് ബൈത്ത്. ബയാത്ത് എന്ന രാത്രി ഉറക്കം എന്നും പറയും. അപ്പോൾ രാത്രിയുള്ള അവരുടെ ഉറക്കത്തിൽ. ഔ അല്ലെങ്കിൽ ഹും അവർ ഖായിലൂൻ പകലുറങ്ങുമ്പോൾ, പകൽ വിശ്രമിക്കുന്നതിനാണ് ഖൈലൂല. ഖാല യഖീലു ഖൈലൂലത്തുൻ. പകലുണ്ടല്ലോ അത് ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ മുമ്പാകും ചില പ്രദേശത്തൊക്കെ, ചിലർക്ക് ഭക്ഷണത്തിൻ്റെ ശേഷമായിരിക്കും. ആ പകൽ വിശ്രമത്തിനാണ് ഖൈലൂലത്ത് എന്ന് പറയുക. അങ്ങനെ വിശ്രമിക്കുന്നവർക്കാണ് ഖായിൽ എന്ന് പറയുക. ഖായിലൂൻ വിശ്രമിക്കുന്നവർ. ഫമാ കാന ദഅവാഹും ദഅവത്ത് വിളി. അപ്പോൾ അവർക്ക് വിളിച്ചു പറയുവാൻ അല്ലെങ്കിൽ വിലപിക്കുവാൻ ആണ് ദഅവ. ദഅ എന്നുള്ളതിന് ഉണ്ടാവുന്ന തന്നെയാണ്. അപ്പോൾ അവർക്ക് ആർത്തട്ടഹസിക്കുവാൻ അല്ലെങ്കിൽ വിലപിക്കുവാൻ ഇല്ല. മാ കാന ദഅവാഹും അവരുടെ വിലാപമാവുകയില്ല. ഇത് ജാഅഹും ബഅസുന അവർക്ക് നമ്മുടെ ശിക്ഷ വന്നപ്പോൾ. ഇല്ലാ അൻ ഖാലു പറയുക എന്നുള്ളതല്ലാതെ, ഇന്നാ കുന്നാ ളാലിമീൻ തീർച്ചയായും ഞങ്ങൾ അക്രമികളിൽ പെട്ടുവല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ആയല്ലോ എന്ന് വിലപിക്കുകയല്ലാതെ മറ്റൊന്നും അവർക്ക് പറയാൻ സാധ്യമല്ല. അത്തരത്തിലാണ് അവരുടെ കയ്യിലിരിപ്പ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയൂ അവർക്ക്. വകം മിൻ ഖറിയത്തിൻ എത്ര നാടുകൾ എന്നാണ് വാക്കർത്ഥം. ഇത് ഇങ്ങനെ പ്രയോഗിച്ച അറബികൾക്ക് വകം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ,
നാം അവയെ ഹലാക്കിലാക്കി നശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ അറബികൾക്ക് മനസ്സിലാവും അതിൻ്റെ സൂചന എന്താണെന്നുള്ളത്. കാരണം ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനതയായിരുന്ന ആദും സാലിഹ് നബി അലൈഹിസ്സലാമയുടെ ജനത സമൂദും ശുഐബ് നബി അലൈഹിസ്സലാമയുടെ ജനത മദിയനും ഐക്ക നിവാസികൾ. അദ്ദേഹം 2 നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ശുഐബ് അലൈഹിസ്സലാം. ആ പ്രദേശങ്ങളൊക്കെ ഇവരുടെ കച്ചവട യാത്ര കടന്നു പോകുന്ന വഴിയിലായിരുന്നു. സിറിയയിലേക്കും യമനിലേക്കുമൊക്കെ ഇവർ കച്ചവട ആവശ്യാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരുന്നത് ഈ പ്രദേശത്തു കൂടെയാണ്. സാലിഹ് നബി അലൈഹി സ്വലാമയുടെ ജനത തകർക്കപ്പെട്ട പ്രദേശത്തു കൂടെ മദിയനിലൂടെ, അവിടെ ശുഐബ് നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നു. ഐക്ക പ്രദേശം, അവിടെയൊക്കെ അവർക്ക് യാത്രയിലൂടെ കണ്ട് പരിചയമുണ്ട് ആ പ്രദേശങ്ങൾ. എന്താണ് ആ പ്രദേശങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ. സാലിഹ് നബി അലൈഹി സ്വലാമയുടെ ജനത നശിപ്പിക്കപ്പെട്ട പ്രദേശത്ത് മണൽ നമ്മുടെ ടാൽക്കം പൗഡർ പോലെ നെയ്സാണ് ഇപ്പോഴും. അതിലേക്ക് ആൾക്കാർക്ക് അടുക്കാൻ പേടിയാണ്. അവിടെ കനമുള്ള ഒരു സാധനം ഇട്ടാൽ വെള്ളത്തിൽ താണു പോകണം, മാതിരി താണു പോകും. ചതുപ്പ് പ്രദേശമൊക്കെ പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ വയലുകളിലൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾക്ക് കന്നുകൂട്ടാൻ പറ്റാത്ത, നടന്നു പോകാൻ പറ്റാത്ത, അതിൽ ആണ്ടുപോകും. അങ്ങനെയാണ് ആ പ്രദേശം ഇന്നും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്, പേടിപ്പെടുത്തുന്ന ഓർമ്മകളായിട്ട്. അതാണ് അവർക്കപ്പോൾ വക്കമ്മിൻ ഖറിയത്തിൻ അഹ്ലക്കിനഹ, എത്ര ആടുകളെയാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത് എന്ന് ഖുറൈശികളോട് പറയുമ്പോൾ, അറബികളോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഇതാണ് അങ്ങനെ പറഞ്ഞു. അത് അവർ മുമ്പ് നശിപ്പിക്കപ്പെട്ട ജനങ്ങൾ അവരുടെ പ്രവാചകനോട് ചെയ്ത അന്യായവും അദ്ദേഹത്തോട് സ്വീകരിച്ച അക്രമപരമായ നിലപാടും അതുതന്നെയാണല്ലോ ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യണത്. അപ്പോൾ അതിലൊരു ഭീഷണിയുണ്ട്. പ്രത്യേകിച്ചും ഈ സൂറ അവതരിപ്പിക്കപ്പെടുന്ന കാലം ഏതാണ്? മക്ക ജീവിതത്തിൻ്റെ ഏകദേശം അവസാന സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ത്വായിഫിലേക്ക് പോയി നോക്കിയല്ലോ. ഹിജറക്ക് വല്ല വകുപ്പും കിട്ടുമ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളായ അനുയായികളെ കൊണ്ട് ഇവിടെ വന്ന് താമസിച്ച് ദഅവാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകാൻ സാധ്യമായില്ല. അപ്പോൾ മക്കക്കാരെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുപാട് നാടുകളെ നമ്മൾ നശിപ്പിച്ച്, നിങ്ങളെ നമുക്ക് വലിപ്പേറൊന്നുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നത് മറിച്ചാവുകയില്ല എന്നവർ ഉണർത്തുകയാണ്. അതാണ് വകം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ ഫജാഅഹ ബഅസുന. ബഅസ് ശിക്ഷ, പ്രയാസം, രോഗം, കഷ്ടപ്പാട് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ബയാത്തൻ, ബൈത്ത്, ബാത്ത, ബയാത്ത് പറഞ്ഞാൽ രാത്രിയുള്ള ഉറക്കം എന്നുള്ളൊരു സൂചന. രാത്രിയിലെ ഉറക്കത്തിൽ എന്ന് പറയാം. ഇതാ രാത്രി ഉറങ്ങുമ്പോൾ പിടിക്കണത് അതങ്ങനെയാണ്. കടന്നൽ കൂടിന് ചൂടുവെള്ളം ഒഴിക്കല എപ്പോഴാണ്? വലിയ കടന്നൽ കൂടാണെങ്കിൽ എപ്പോഴാണ് വയ്ക്കുക? അന്തിക്കാണ്. എന്താ കാരണം? എല്ലാവരും ആ കൂട്ടിലുണ്ടാവും, ഒന്നും ഒറ്റപ്പെട്ട് പോവില്ല. അപ്പോഴാണ് തീ കൊടുക്കുക, അപ്പോഴാണ് കടന്നൽ കൂടിന് തീയിടുക, അല്ലെങ്കിൽ കടന്നൽ കൂടിന് ഇതാണ്. അപ്പോൾ രാത്രി അന്നാണ്ട് കട്ടിൽമ നീർന്ന് കടന്നാൽ എന്തൊരു ആശ്വാസമാണ്, എന്തൊരു വിശ്രമമാണ്. മനുഷ്യൻ മാനസികമായി പകൽ അനുഭവിച്ചിരുന്ന സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളൊക്കെ ഇല്ലാതായി. ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഇല്ലേ, അതോടുകൂടി ആശ്വാസം. അങ്ങനെ ആശ്വസിക്കാൻ കിടക്കുമ്പോഴാണ് അവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇവിടെ അല്ലാഹു തആല ബയാത്തൻ. അപ്പോൾ വളരെ സമാധാനപരമായി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷപ്പെട്ട് വീടിനകത്ത്, ബെഡ്റൂമിനകത്ത്, കട്ടിലിൽ, കിടക്കയിൽ, പുതപ്പിനുള്ളിൽ സമാധാനം, ഇനി ഒന്നും സംഭവിക്കൂല എന്ന് വിചാരിച്ച് അത്രയും നിർഭയരായി കിടന്നുറങ്ങുന്ന സമയത്താണ് അവരെ നമ്മുടെ ശിക്ഷ പിടികൂടിയിട്ടുള്ളത്. പലപ്പോഴും പല ജനങ്ങളെയും ഔഹും ഖായിലുൻ, അല്ലെങ്കിലോ പകൽ വിശ്രമത്തിൽ, മനുഷ്യൻ വിശ്രമിക്കാനും ഉറങ്ങാനും ഒക്കെ ഒരുങ്ങുക. അത് മനസ്സിനൊരു റാഹത്തുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കിടത്തോ ഉറക്കമൊന്നും വരില്ല. മനസ്സിന് സ്വൈരല്ലെങ്കിൽ, അസമാധാനമാണെങ്കിൽ, മനസ്സിന് പലവിധ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടെങ്കിൽ ഉറങ്ങൂല. ഇവിടെ ഉറങ്ങണതാ പറയുന്നത്. ആ നേരത്ത് പിടികൂടി പറഞ്ഞാൽ അത്രയും നിർഭയരായി. എന്നാൽ പ്രവാചകനെ ആക്രമിക്കുന്നതിലും ഉപദ്രവിക്കുന്നതിലും മുമ്പിൽ നിന്നിരുന്ന അതൊക്കെ അവരുടെ ദൗത്യമായി ഏറ്റെടുത്തിരിക്കുക. പ്രവാചകനെ ഉപദ്രവിച്ചാൽ ആരും ചോദിക്കാനും പറയാനുമില്ല. അദ്ദേഹം അങ്ങനെ എല്ലാവർക്കും കടന്നു ചെന്ന് എല്ലാവർക്കും ചെന്ന് കൊട്ടാനുള്ള ഒരു ചെണ്ടയാണ്.
എന്നൊക്കെ ധരിച്ച് എല്ലാവിധ ഉപദ്രവങ്ങളും പകൽ സമയത്തേക്ക് മാറ്റിവെച്ച് ചിലപ്പോഴൊക്കെ രാത്രിയിലും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ പിടികൂടിയതൊക്കെ എപ്പോഴാണ്? ഔഹും ഖായിലൂൻ. ഖായിലൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പകൽ വിശ്രമ സമയം അല്ലേ, വിശ്രമിക്കുന്നവർ. കാലാന പറഞ്ഞു എന്നൊരു വാക്കില്ലേ, അതിൻ്റെ വർത്തമാന ക്രിയ യക്കൂലു എന്ന് പറയാം. കാല യക്കൂലു ഖൗലുൻ. ഇത് കാല യക്കീലു ഖൈലൂലത്തുൻ. കാല യക്കീലു ഖൈലൂലത്തുൻ. വർത്തമാനം ചോദിക്കുക പറയാതെ കാല യക്കൂലു ഖൗലുൻ. അതാണ് അതിൻ്റെ കർത്തൃനാമം ഖായിലുനാണ്. ഖായിലുൻ. കാല യക്കൂലു ഖായിലുൻ. ഇതും അങ്ങനെ തന്നെ. കാല യഖീലു ഖായിലുൻ. അതേമാതിരി തന്നെയാണ് പിന്നെ കർത്തൃനാമം വരും. ഖായിലൂൻ, അവർ പകൽ വിശ്രമിച്ചു കൊണ്ടിരിക്കെ. ഫമാക്കാന് ദഅ്വാഹും, അപ്പോൾ അവർക്ക് വിളിച്ചു പറയാൻ അല്ലെങ്കിൽ വിലപിക്കുവാൻ ഉണ്ടാവുകയില്ല. ദഅ്വാനെ വിളിച്ചു പറയുക, ശബ്ദിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പ്രബോധനം, ദഅ്വാ പ്രവർത്തനം, അത് ദഅ്വത്തുൻ എന്നാണ് പറയും. ആ വാക്ക് തന്നെയാണ് ഹും എന്നിലേക്ക് ചേർത്ത് പറഞ്ഞ ദഅ്വാഹും, അവരുടെ വിളി ആയിരുന്നില്ല. ഫമാക്കാന ദഅ്വാഹും, അപ്പോൾ അവരുടെ വിലാപം അവരുടെ വിളി ആകുന്നില്ല. ഇത് ജാഅഹും, അവർക്ക് വന്നപ്പോൾ, ജാഅന വന്നുഹും, അവർക്ക് ബഅസുന ശിക്ഷ, ഇല്ല അൻ ഖാലു പറയുക എന്നുള്ളതല്ലാതെ ഇന്നാ കുന്നാ ളാലിമീൻ, തീർച്ചയായും ഞങ്ങൾ അക്രമികളിൽ പെട്ടല്ലോ. അതേ പറയാൻ കഴിയൂ അവർക്ക്. അതിനപ്പുറം ഞങ്ങൾ എത്ര നന്മ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നുവല്ലോ, ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നുവല്ലോ, എന്നിട്ടും ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടല്ലോ എന്നൊന്നും വിലപിക്കാൻ അവർക്ക് വകുപ്പില്ല. നിരന്തരമായി പ്രവാചകരോട് അന്യായം പ്രവർത്തിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്ത് അവർക്ക് പടച്ചോനെ പറ്റിപ്പോയല്ലോ, അക്രമികളായല്ലോ, ഞങ്ങൾ ഭാഗ്യദോഷികളായല്ലോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ, അങ്ങനെ വിലപിക്കാനല്ലാതെ അവർക്ക് പിന്നെ ഒന്നിനും സാധ്യമാവുകയില്ല. അവരൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, അതിനൊക്കെ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ അത് പോരായിരുന്നോ, അങ്ങനെയൊന്നും പറയാൻ പിന്നെ വകുപ്പില്ലായിട്ടില്ല അവർക്ക്. കാരണം അവരുടെ നയനിലപാടുകൾ മുഴുവനും അന്യായത്തിലും അക്രമത്തിലും അധിഷ്ഠിതം, പ്രവാചകനോടും വേദഗ്രന്ഥങ്ങളോടും അള്ളാഹുവിനോടും ധിക്കാരം. അതുകൊണ്ട് അവർക്ക് അങ്ങനെ വിലപിക്കാൻ കഴിയൂ. അതാണ് ഫമാക്കാന ദഅ്വാഹും ഇല്ലാ അൻ ഖാലു ഇന്നാ കുന്നാ ളാലിമീൻ. അതിനോട് അർത്ഥം പറഞ്ഞു നിർത്താം. വകം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ, എത്ര ആടുകളെയാണ് നമ്മൾ നശിപ്പിച്ചത്. ഫജാഅഹ ബഅസുന, അവർക്ക് നമ്മുടെ ശിക്ഷ വന്നു. ബയാത്തൻ, രാത്രി ഉറക്ക സമയത്ത്. അഹും ഖായിലൂൻ, അല്ലെങ്കിൽ അവർ പകൽ വിശ്രമിക്കുമ്പോൾ. ഫമാക, വിശ്രമിക്കുന്നവരാകും അവർ, അല്ലെങ്കിൽ ഔഹും, അല്ലെങ്കിൽ അവർ ഖായിലൂൻ, പകൽ വിശ്രമിക്കുന്നവരായിരുന്നു. ഫമാകാന ദഅ്വാഹും, അവരുടെ വിലാപം ആയിട്ടില്ല. ഇത് ജാഅഹും ബഅസുന, നമ്മുടെ ശിക്ഷ അവർക്ക് വന്നപ്പോൾ. ഇല്ലാ അൻ ഖാലു, അവർ പറയുക എന്നുള്ളതല്ലാതെ ഇന്നാ കുന്നാ ളാലിമീൻ, തീർച്ചയായും ഞങ്ങൾ അക്രമികളായിപ്പോയി എന്ന് വിലപിക്കുകയല്ലാതെ മറ്റൊന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കടുത്ത ശിക്ഷകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അല്ലാഹു തആല നമ്മളെ ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ